ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ത്രില്ലർ പോരാട്ടങ്ങൾക്ക് നാളെ ഹൈദരാബാദിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിൻറ്റ്സ് ടേബിളിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇരു ടീമുകൾക്കും പോയിൻറ്റ്സ് അല്ലെങ്കിൽ വിജയം വളരെ അത്യാവശ്യ ഘടകമായതിനാൽ തന്നെ വെറും വാശിയും നിറഞ്ഞ പോരാട്ടം തന്നെയായിരിക്കും ഇനിയുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടങ്ങളിൽ കാണാൻ പോകുന്നത്. നായകൻ രോഹിത് ശർമ്മയുടെ ഇന്ത്യയും അതോടൊപ്പം തന്നെ ബെൻ സ്റ്റോക്സ് എന്ന സ്റ്റാർ ഓൾറൗണ്ടറുടെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമും നാളെ മുഖാമുഖം വരാൻ പോവുകയാണ്. ആദ്യ 2 ടെസ്റ്റുകൾക്കും ഇന്ത്യൻ ടീമിൽ സ്റ്റാർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയുടെ സേവനം ലഭ്യമല്ല. അദ്ദേഹത്തിന് പകരം യുവ താരമായിട്ടുള്ള രജത് പടിദാറിനെ ഇന്ത്യ സ്ക്വാഡിലേക്ക് റീപ്ലേസ്മെൻറ്റായി കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ശരിക്കും 2 ക്ലാസിക്കൽ പോരാട്ടങ്ങൾക്കാണ് ഇത്തവണ അരങ്ങൊരുങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, ബ്രണ്ടൻ മക്കല്ലം ഇംഗ്ലണ്ടിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അവരുടെ കളിശൈലിയിൽ ഏറ്റവും പ്രകടമായ മാറ്റം വന്നതാണ് ബാസ് ബോൾ സ്റ്റൈൽ. ടെസ്റ്റ് ക്രിക്കറ്റിൽ T20 സ്റ്റൈലിൽ നേരിടുന്ന ആദ്യ പന്ത് മുതൽ തന്നെ വെടിക്കെട്ട് സിക്സറുകളും ബൗണ്ടറികളും പറത്തിക്കൊണ്ട് വേഗത്തിൽ തന്നെ ഭേദപ്പെട്ട സ്കോറിലേക്ക് ടീമിനെ എത്തിക്കുകയും തുടർന്ന് എതിരാളികളെ ബാറ്റിങ്ങിന് വിടുകയും അവരെ നിലം തൊടാൻ അനുവദിക്കുന്നതിന് മുൻപ് തന്നെ എറിഞ്ഞിടുകയും ചെയ്യുന്ന ഇംഗ്ലണ്ടിൻ്റെ ബാസ് ബോൾസ് രീതി ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ ടെസ്റ്റുകളിലൊക്കെ വളരെ സക്സസ് ആയി തന്നെ അവർ നടപ്പാക്കിയ കാര്യം തന്നെയാണ്. സോ അതിനാൽ തന്നെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ഏറ്റവും ആകർഷകമായ ഒരു സ്റ്റൈലും ഈ ഒരു ബാസ് ബോൾ രീതി തന്നെയായിരിക്കും. നമുക്കറിയാം, മത്സരങ്ങൾക്ക് മുന്നോടിയുള്ള താരങ്ങളുടെ പത്രസമ്മേളനത്തിലടക്കം കോച്ച് രാഹുൽ ദ്രാവിഡും നായകൻ രോഹിത് ശർമ്മ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ താരങ്ങളുമെല്ലാം ഒരുപോലെ പറഞ്ഞതും ഇംഗ്ലണ്ടിലെ ബാസ് ബോൾ രീതിയെ ഇന്ത്യ ഭയക്കുന്നില്ല. കാരണം ടെസ്റ്റ് നടക്കുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്താണ്, നമ്മുടെ സ്വന്തം സ്റ്റേഡിയങ്ങളിലാണ്. ഇന്ത്യയുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരങ്ങൾ നമുക്കറിയാം, നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു, സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചുകളായിരിക്കും ഇത്തവണ ക്യൂറേറ്റർമാർ ഒരുക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇന്ത്യക്ക് ഏറ്റവും ശക്തിയുള്ള സ്പിൻ ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് ഇത്തവണ സ്ക്വാഡിൽ വരുത്തിയിട്ടുള്ളതും. രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ് തുടങ്ങിയ ഇന്ത്യയുടെ ലോകോത്തര സ്പിന്നർമാർ അണിനിരക്കുന്ന ഇന്ത്യയുടെ മാന്ത്രികത നിറഞ്ഞ ആ ഒരു സ്പിൻ നിരയെ അത്ര പെട്ടെന്നൊന്നും ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് കടപുഴക്കാൻ സാധിക്കില്ല. അത് തന്നെയായിരിക്കും ഇത്തവണ ഏറ്റവും പ്രകടമായ അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായ ഇരു ടീമുകളെയും വേർതിരിക്കുന്ന പോരാട്ടം, ഇംഗ്ലണ്ടിൻ്റെ ബാസ് ബോൾ വേഴ്സസ് ഇന്ത്യയുടെ സ്പിൻ അറ്റാക്ക്. എത്രയും വേഗത്തിൽ റണ്ണുകൾ നേടി എതിരാളികളെ അടിയറവ് പറയ്ക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ രീതിയോട് അത്ര എളുപ്പമാകില്ല ഇന്ത്യയുടെ ലോകോത്തര നിലവാരത്തിലുള്ള സ്പിന്നർമാരെ ഇംഗ്ലണ്ടിന് അടിച്ച് അതിർത്തി കടക്കാൻ. നേരത്തെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ ബാറ്റ്സ്മാൻ ഒലി പോപ്പ് അടക്കമുള്ളവർ ഇന്ത്യയുടെ പിച്ചിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചായതിനാൽ തന്നെ ഇന്ത്യയുടെ മികച്ച സ്പിന്നർമാർ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്ക് മേൽ വൻ വെല്ലുവിളി ആയിരിക്കും തന്നെ ഉയർത്താൻ പോവുക. അതിനാൽ തന്നെ നാളെ നടക്കാൻ പോകുന്ന ആദ്യ ടെസ്റ്റിലും വരാനിരിക്കുന്ന ടെസ്റ്റുകളിലും ഇന്ത്യൻ നിര അല്ലെങ്കിൽ ഇന്ത്യയുടെ 11-ൽ പ്രധാനമായും ഇന്ത്യയുടെ മികച്ച സ്പിന്നറായിട്ടുള്ള അശ്വിൻ, ജഡേജ, കുൽദീപ് യാദവ് തുടങ്ങിയ താരങ്ങൾ ഇടം നേടും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. സോ അങ്ങനെ ത്രില്ലർ പോരാട്ടങ്ങൾക്കാണ് ഇനി മുതൽ 5 ടെസ്റ്റ് പരമ്പരകൾ ആരാധകർ കാത്തിരിക്കുന്നത്. IPL മുന്നോടിയായി നടക്കുന്ന ഇന്ത്യയുടെ അവസാന ഒരു അന്താരാഷ്ട്ര മത്സരം തന്നെയാണ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ക്ലാസിക്കൽ ടെസ്റ്റ് പോരാട്ടം. സോ കാത്തിരിക്കാം ബാസ് ബോൾ വേഴ്സസ് സ്പിൻ അറ്റാക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.